ആദ്യമായിട്ട് കാണുന്നവർക്ക്, ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ MSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന കോഴ്സാണ്. നമ്മൾ ഓരോ ടോപ്പിക്ക് മാത്രമാണ് നോക്കുന്നത്. ഈ കോഴ്സ് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്, വർക്കിന് എന്തൊക്കെ സ്കോപ്പ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഞാൻ കുറച്ച് സ്കോപ്സിനെ പറ്റി മാത്രം പറഞ്ഞുതരാം. ഇപ്പോൾ MSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ BSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 5 സ്കോപ്പുകളാണ് ഞാൻ ഇപ്പോൾ മെയിൻലി പറയുന്നത്. ഫസ്റ്റ് തിങ്, ഓഫ് കോഴ്സ് നിങ്ങൾ ക്ലിനിക്കൽ ന്യൂട്രീഷനായിട്ട് വർക്ക് ചെയ്യും, തനിയെ ക്ലിനിക്സിൽ വർക്ക് ചെയ്യാം, അതല്ല ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം, പിന്നെ പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി ചെക്കറായിട്ട് ഇൻഡസ്ട്രിയൽ ഫീൽഡിലോട്ട് പോകാം. ക്വാളിറ്റി ചെക്കർ മിൽമ പോലുള്ള കമ്പനിയിലോട്ട്. അത് അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലായിരിക്കും ഇന്നാവുക, ചിലപ്പോൾ ഫ്രഷേഴ്സിന് എടുക്കും. അപ്പോൾ അതേപോലെ ഏതെങ്കിലും ഫുഡ് ഇൻഡസ്ട്രി രീതിയിൽ ഈ MSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഫുഡ് ഇൻഡസ്ട്രി രീതിയിൽ പോകാം, റിസർച്ച് വർക്കറായിട്ട് പോകാം, ലെക്ചറായിട്ട് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഡെവലപ്പർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആഫ്റ്റർ MSc നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഡിഫറെൻറ്റ് കുറേ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ്. ബിക്കോസ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ആണ് ഫ്യൂച്ചറിലോട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഇപ്പം ഞാൻ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത്, അതേപോലെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ അങ്ങനെ നിങ്ങൾക്ക് തനിയെ ഓണ്ടർപ്രണർഷിപ്പ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്.